ജ്യോതി മൽഹോത്ര എന്ന ചാരസുന്ദരി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം പകർത്തി പാകിസ്ഥാന് നൽകി. ചൈന സന്ദർശിച്ചു, പാകിസ്ഥാന്റെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ആ പ്രദേശത്ത് ചെന്നിരുന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. പല ഉദ്യോഗസ്ഥരെ ഇവർ ചാക്കിട്ട് പിടിക്കാനും ഈ പറയുന്ന പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥനുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയതടക്കം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വ്യക്തവും ശക്തവുമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തായാലും ജ്യോതി മൽഹോത്ര ഇനി ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാനുള്ള സാധ്യതയില്ല അല്ലേ? ഇല്ല, അത് ഇനി അവരെ സ്വപ്നം കാണണ്ട എന്നുള്ളത് തന്നെ. കാരണം ഹിസാർ പോലീസ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറ്റപത്രം എന്ന് പറയുന്നത് ഏതാണ്ട് 2500 പേജുകളുള്ള കുറ്റപത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളതും. ISI ഏജന്റുമാരുമായിട്ട് ജ്യോതി മൽഹോത്ര സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. വളരെ കാലമായിട്ട് അവർ പാക് ഏജന്റുമാർക്ക് നമ്മുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളെല്ലാം അവർ പറയുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ്, കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പറയുന്നു. ഒരു സാധാരണ യൂട്യൂബറെ പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. നോക്കുമ്പോൾ സാധാരണ യൂട്യൂബ് വരുമാനങ്ങൾ നമ്മൾ പറയില്ലേ, ട്രാവൽ വ്ലോഗ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രീതിയിലുള്ള വ്ലോഗുകളൊക്കെയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് തന്നെ പാകിസ്ഥാന് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും അവർ ഇതുവഴി ശേഖരിക്കുകയും കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരുമായിട്ട് അവർ ബന്ധപ്പെട്ടു എന്നുകൂടി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന എഹ്സാൻ റഹീം എന്ന് പറയുന്ന ഡാനിഷ് അലിയുമായിട്ടാണ് ഇവർക്ക് അവിധ ബന്ധമുണ്ടായിരുന്നത്. വളരെ അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു. ഇയാളുടെ ഒരു പിൻബലത്തിലാണ് ഇവർ പാകിസ്ഥാനിൽ ഉൾപ്പെടെ പോയത് എന്നുള്ളതാണ്. ഇയാളാണ് അവരെ ISI ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്, ഈ ജ്യോതി മൽഹോത്രയെ ബന്ധപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന ഡാനിഷ് അലിയുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാക്കിർ, ഹസൻ അലി, നാദിർ ദില്ലൻ എന്നീ ISI ചാരന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധവും ഒക്കെ ഈ കുറ്റപത്രത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള തെളിവുകളുമൊക്കെ ഇവർ ശേഖരിച്ചിട്ടുണ്ട്, നമ്മുടെ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹരിയാന സ്വദേശിയാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാരസുന്ദരി. മെയ് 16 ഇവർ അറസ്റ്റിലാകുന്നത്. ഈ മെയ് 16 ഇവർ അറസ്റ്റിലാകുന്ന സമയത്താണ് ഈ യൂട്യൂബർമാരെ സംബന്ധിച്ചുകൂടി പിന്നീടുള്ള വന്ന വാർത്ത എന്ന് പറയുന്നത് യൂട്യൂബർമാരുടെ കാര്യത്തിൽ പ്രത്യേക നിരീക്ഷണം കേന്ദ്രം ഏർപ്പെടുത്തുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു. കാരണം ഏത് രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയം അവിടെ ബലപ്പെടുകയുണ്ടായി. മാത്രമല്ല നിരവധി മറ്റ് യൂട്യൂബർമാരെ കൂടി ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ എന്തായാലും ജ്യോതി മൽഹോത്രയോളം ഉണ്ടാകില്ലെങ്കിൽ പോലും മറ്റു രാജ്യവുമായി ചേർന്നുകൊണ്ട്, പ്രധാനമായിട്ടും പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന തരത്തിലാണ് ഇവർ തമ്മിൽ, അതായത് ജ്യോതി മൽഹോത്രയും ഇവരും തമ്മിൽ ഒരു ഇന്റേണൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഏത് തരത്തിലൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ട്. എന്തായാലും യൂട്യൂബിൽ 3.70 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സും ഉള്ള ട്രാവൽ വ്ലോഗറാണ് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത്. 2023 ഇവർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. ഡാനിഷുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഈ സന്ദർശനം പോലും ഉണ്ടായത്. പിന്നീട് ഇവർ പാക് ചാര സംഘടനയുമായിട്ടുള്ള ബന്ധപ്പെടുത്തി കൊടുക്കുകയാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷമാണ് ചാരവൃത്തി ആരോപിച്ച് ഇന്ത്യ ഡാനിഷിനെ പുറത്താക്കിയത് പോലും. ഇതേ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണത്തിലാണ് ജ്യോതി മൽഹോത്രയിലേക്ക് അന്വേഷണം ചെല്ലുന്നതും ഇവർ പിടിയിലാകുന്നതും. പക്ഷേ ആദ്യമെല്ലാം ഇവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ തെളിവ് സഹിതം ഇവരുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവർക്ക് പിടിവിട്ടു പോവുകയും ഇവരെല്ലാം സമ്മതിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് വരുന്ന വിവരം. അപ്പോൾ ഈ ഡാനിഷുമായിട്ടുള്ള ബന്ധം ഇയാൾ വഴിയാണ് പലരുമായിട്ടും ബന്ധപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ആയിട്ട് ടെലഗ്രാം, സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പറയുന്ന എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള
കാര്യങ്ങൾ വഴിയാണ് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവർ ഡീൽ ചെയ്യുന്നത്. അതാവുമ്പോൾ മറ്റാർക്കും ഇത് വായിക്കാൻ കഴിയില്ലല്ലോ. വളരെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് ഇത് എൻക്രിപ്റ്റഡ് മെസ്സേജസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്ന് അന്തം വിടുമെങ്കിലും, പക്ഷേ ഇത്തരത്തിൽ ചാരപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു പണ്ട് മുതൽ ഇവർ ചെയ്തു വരുന്ന, ഇതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ ഇവർ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി കൂടിയായിരിക്കാം. എന്തായാലും ഷാക്കിർ എന്ന റാണ ഷഹബാസുമായിട്ട് ഈ പറയുന്ന വാട്സപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയൊക്കെ ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ജ്യോതി കൈമാറിയതായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല പാക് ചാര സംഘടനയിൽപ്പെട്ട ഒരാൾക്കൊപ്പം ഈ പറയുന്ന ജ്യോതി ബാലിയിലേക്കടക്കം യാത്ര നടത്തിയതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. നോക്കുക, നമ്മുടെ രാജ്യം എത്രത്തോളം നമ്മുടെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളാൽ പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ആഴത്തിൽ ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവർക്കും കണക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ നാടിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെയുള്ള യൂട്യൂബർമാരെ ഉൾപ്പെടെ ഇവർ വിലക്കെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, DRDOയിലെ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. ആ ജോലിക്കാരൻ ഈ പറയുന്നത് പോലെ ചാരപ്രവർത്തിക്ക് അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഉദ്യോഗസ്ഥരാണെങ്കിൽ മനസ്സിലാക്കും. പക്ഷെ ഒരു ഗസ്റ്റ് ഹൗസ് ജോലിക്കാരനെ പോലും ഇവർ വിലക്കെടുക്കണമെങ്കിൽ അതിന് പോകുന്ന ചില സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ചെയ്തു കൊടുക്കാനുണ്ടാകണം. അതല്ലാതെ അത്തരത്തിലൊരു സാധ്യത കുറവാണ്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഈ ലോകം മുഴുവൻ കണക്റ്റഡായി കിടക്കുന്നത് കൊണ്ട് അതുവഴിയുള്ള സാധ്യതകളുമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളത് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇയാളും ഈ പറയുന്ന മഹേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. DRDOയുടെ ഗസ്റ്റ് ഹൗസിലെ ജോലിക്കാരനായിട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാളും തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ആ ഗസ്റ്റ് ഹൗസിൽ വരുന്നുണ്ടാവും, ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പരസ്പരമുള്ള ആശയങ്ങൾ കൈമാറുന്നുണ്ടാവും. ഇതെല്ലാം ചോർത്തി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. നമ്മുടെ പല പ്രോജക്റ്റുകളും ഒരുപക്ഷെ ഇതിനെ തുടർന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ പോലും വന്നേക്കാം എന്നുള്ളതാണ്. എത്രത്തോളം ഇത്രയധികം കരുതലോടെ ഇരുന്നിട്ടും നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു രാജ്യവിരുദ്ധ ശക്തികൾക്ക് സാധ്യതയുള്ളതുപോലെ, അവർ വേരൂന്നിയതുപോലെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു വേരൂന്നൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് എന്ന് മാത്രം കേട്ടാൽ മതി, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പക്ഷെ അപ്പോഴും നമ്മൾ അവരുടെ ഒരു അവകാശം എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തി എല്ലാം കുറ്റമറ്റതായി തന്നെ കണ്ടെത്തി, ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കുറ്റമറ്റതാണ് എന്നുള്ളത് കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ശിക്ഷയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള ആളുകൾ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.